ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാലൊക്കെ കണ്ട പോലെ തന്നെ സാംസങ് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്ന അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് തരുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി തരുന്ന അല്ലെങ്കിൽ പ്രൈവസി സെക്യൂരിറ്റി തരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ഫോണുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും iOS നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും അവരുടെ ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം iOS-ന്റെ കുറച്ച് ബെനിഫിറ്റ്സ് കാരണം നമുക്ക് നോർമൽ ആൻഡ്രോയിഡിനെക്കാട്ടും കുറച്ചുകൂടി എന്താ പറയുക സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസി കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഐഫോൺസ് കുറേ പേര് ഉപയോഗിച്ചിട്ട് തിരിച്ച് ആൻഡ്രോയിഡിലേക്ക് തന്നെ പോയി തുടങ്ങി. ഇപ്പോൾ ഞാൻ അതിലെ വൺ ഓഫ് ദ എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ iPhone 15 സീരീസ് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ എൻ്റെ സാംസങ്ങിലേക്കാണ് ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സാംസങ് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കാലം കൊണ്ട് തന്നെ ഇഷ്ടം പോലെ എന്താ പറയുക അവരുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന One UI 7 തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. പുതിയ കുറേ ഫീച്ചേഴ്സ് കിടിലൻ ഫീച്ചേഴ്സ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുറേ കാലമായിട്ട് തന്നെ സാംസങ്ങിൽ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി തരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ്രോയിഡ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സാംസങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് പറയുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ പിക്സലാണ്. അത് പക്ഷേ റീസെൻ്റ്ലി നമ്മുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയ പിക്സലിന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ചിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ പിക്സലിലൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം സാംസങ്ങിലും അതുപോലെ തന്നെ ഒരു ഹാർഡ്വെയർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഹാർഡ്വെയർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേരാണ് സാംസങ് നോക്സ്. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രീമിയം S സീരീസും അതുപോലെ തന്നെ Z സീരീസും അങ്ങനത്തെ മെയിൻലി എല്ലാവരും എനിക്ക് തോന്നുന്നു 30,000 മുകളിലുള്ള എല്ലാ ഫോണുകളും എനിക്ക് തോന്നുന്നു സാംസങ് നോക്സ് സാധനം ഉണ്ട്. ഇപ്പോൾ എൻ്റെ ടാബിലും ഉണ്ട് ഇതെൻ്റെ സാംസങ് S9 ടാബ്ലറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സാംസങ് വാച്ചിലുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കുറേ പേർക്ക് സംശയമുണ്ട്. ഈ സാംസങ് നോക്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ഹാർഡ്വെയർ സംഭവമാണ്. ഒരു ആക്ച്വലി ഹാർഡ്വെയർ ചിപ്പാണ്. സെപ്പറേറ്റ് ഒരു നിങ്ങൾക്കറിയാം നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്പ് പോലെ തന്നെ സെപ്പറേറ്റ് ഒരു ചിപ്പാണ്, ഹാർഡ്വെയർ ലെവലിൽ വരുന്ന ഒരു ചിപ്പാണ്. ഇത് ആക്ച്വലി റിയൽ ടൈം പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഞാൻ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി വയ്ക്കണേട്ടാ, പോയിന്റ്സ് ഇടണ്ടിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഈ നോക്സ് ഉള്ള കാരണം തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ നോർമലി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ സാംസങ്ങിൻ്റെ നോക്സിൻ്റെ ഫീച്ചേഴ്സും അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് 15ലേക്ക് അപ്ഡേറ്റ് ചെയ്തു വിചാരിച്ച് നോക്കി നോക്കുക. അല്ലെങ്കിൽ One UI 7ലേക്ക് അപ്ഡേറ്റ് ചെയ്തു. ആ One UI 7ൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ആവുന്നതിന് കൂടെ തന്നെ സാംസങ് നോക്സിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഫേംവെയറും ഹാർഡ്വെയറിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിലാണ് നമുക്ക് അവിടെ മെയിൻ ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക റിയൽ ടൈം പ്രൊട്ടക്ഷനാണ്. നമ്മുടെ പ്രൈവസീനെ കൺസേൺ, നമ്മുടെ ഡാറ്റാസിനെ കൺസേൺ ആവുന്ന ഇപ്പോൾ എന്തെങ്കിലും ഹാക്കിംഗ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ആക്ച്വലി ശരിക്കും സാംസങ് പറയുന്നത് ഇതൊരു ഡിഫൻസ് ഗ്രേഡ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. അത്രയ്ക്കും പ്രൊട്ടക്ഷൻ തരുന്നൊരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് സാംസങ് നോക്സ് എന്ന സാധനം കേട്ടോ. അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ സർട്ടിഫിക്കേഷൻ നമ്മുടെ സാംസങ് നോക്സിന് കിട്ടിയിട്ടുണ്ട്. അതും ഡിഫറെൻറ്റ് എന്താ പറയുക സേഫ്റ്റി ഇത് ചെക്ക് ചെയ്യുന്ന കുറേ ഏജൻസികളും അത് മൾട്ടിപ്പിൾ കൺട്രീസിലത്തെ കുറേ സർട്ടിഫിക്കേഷൻ ആക്ച്വലി സാംസങ് നോക്സിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, കുറേ പേർക്ക് സംശയം ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ സംസാരിക്കുക. നമ്മുടെ നോർമലി സാംസങ് നോക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളും അല്ലെങ്കിൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ വാച്ചുകളോ ഒന്നും ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇൻബിൽഡ്. ഞാൻ പറഞ്ഞത് ഹാർഡ്വെയർ ആണ്. നമ്മുടെ ഇപ്പോൾ നമ്മൾ ഹാർഡ്വെയർ ലെവലിൽ എന്തെങ്കിലും നമ്മൾ ആക്ടിവിറ്റി ഉണ്ട് അതിലോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ ആവുന്നല്ലേ. അതേപോലെ തന്നെ ഈ സാധനം ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആയിക്കോളൂട്ടാ. അപ്പോൾ ഈ സാംസങ് നോക്സിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെക്യൂർ ഫോൾഡറാണ്. ഇപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ആപ്പ് ലോക്ക്. ഇപ്പോൾ ഓപ്പോയിലും വിവോയിലൊക്കെ വരുന്നുണ്ട് ആപ്പ് ലോക്ക് സംഭവമൊക്കെ. അതാന്ന് വിചാരിക്കും കുറേ പേർക്ക് വിചാരമുണ്ട്. ശരിക്കും ആ സംഭവം അല്ല. സെക്യൂർ ഫോൾഡർ സെപ്പറേറ്റ് ഒരു കിടിലൻ സാധനമാണ്. ശരിക്കും സാംസങ് നോക്സിന്റെ സൈഡിൽ നിന്ന് വരുന്ന തന്നെ സെപ്പറേറ്റ് സാധനമാണ്. ശരിക്കും ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടൊരു സ്പേസ് ആണ്. ഇപ്പോൾ ആപ്പ് ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഫോണോ ടാബ്ലറ്റോ എന്തെങ്കിലും ഹാക്കിങ്ങോ അല്ലെങ്കിൽ മാൾവെയർ അറ്റാക്കോ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാറ്റാസ് ഒക്കെ അടിച്ചു പോകും. പക്ഷേ ഈ സെക്യൂർ ഫോൾഡറിൽ അങ്ങനെയല്ല. അവർക്ക് ഈ സാധനം തന്നെ തൊടാൻ പറ്റില്ല. ഒരു സെപ്പറേറ്റ് സ്പേസ് എൻക്രിപ്റ്റഡ് സ്പേസ് ആണ്. ഹാക്കിംഗ് ചെയ്താലും സംഭവമൊന്നും നോർമൽ ഹാക്കിങ്ങിനോ അല്ലെങ്കിൽ അത്യാവശ്യം ഹൈ എൻഡ് ഹാക്കിങ്ങിനൊന്നും ഈ സാധനം തുറക്കാൻ പറ്റില്ല. അതാണ് ഒരു നമ്മൾ നോർമലി ഒരു ഡിവൈസിനെ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കില്ലേ, അതേ പരിപാടിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. മാൾവേഴ്സൊന്നും അതുപോലെ തന്നെ ഹാക്കിങ്ങൊന്നും എല്ലാത്തിനും പ്രൊട്ടക്ഷൻ തരും സെക്യൂർ ഫോൾഡർ. അപ്പോൾ നിങ്ങളൊരു പാസ്വേഡ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം സാംസങ് നോക്സ് അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. സെക്യൂർ ഫോൾഡർ അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ സാംസങ് നോക്സിന്റെ സൈഡിൽ നിന്ന് വരുന്ന കുറേ ഫീച്ചേഴ്സുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ സാംസങ് പാസ്, സെക്യൂർ വൈഫൈ, അതുപോലെ തന്നെ സാംസങ് ഹെൽത്ത്, പിന്നെ പേ, സാംസങ് പേ, ആമസോൺ പേ എന്നൊക്കെ പറഞ്ഞ പോലെ സാംസങ് പേ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സാംസങ് പേ ഒക്കെ. അപ്പോൾ സാംസങ് പാസ്സും നമ്മുടെ എന്താ പറയുക പാസ്വേഡും സംഭവങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കാവുന്ന ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി ഇതെല്ലാം സെക്യൂർ ഫോൾഡറിൻ്റെ ഒരു എൻക്രിപ്റ്റഡ് സ്പേസിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ ഹാക്ക് ആയാൽ തന്നെ ആ ഡീറ്റെയിൽസ് കിട്ടാൻ ഭയങ്കര പാടാണ്.
അപ്പോൾ അതൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാനും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ പറയുക സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചർ ആയിരുന്നു ഓട്ടോ ബ്ലോക്കർ. ഇപ്പോൾ നിങ്ങൾക്കറിയാം കുറേ പേര് നമ്മുടെ ഈ സാംസങ് S23 അൾട്രയിലും S23 അപ്ഡേറ്റ്സ് S24 അപ്ഡേറ്റ് ഒക്കെ ലേറ്റസ്റ്റ് ഡിസംബർ അപ്ഡേറ്റിന്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ പുതിയ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിലൊരു മെയിൻ അപ്ഡേറ്റ് ആണ് നമ്മുടെ ഓട്ടോ ബ്ലോക്കറിലെ ഒരു ഫീച്ചർ വന്നേക്കുന്നത്. അപ്പോൾ അത് ഞാൻ വഴി ആ അപ്ഡേറ്റിൽ പറയാം, അത് കണ്ടു നോക്കട്ടെ. അപ്പോൾ ഓട്ടോ ബ്ലോക്കർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. നിങ്ങളൊരു സാംസങ്ങിന്റെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി സെക്ടറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓട്ടോ ബ്ലോക്കർ എന്ന് കണ്ടോ ഞാൻ സ്ക്രീൻ കുറയ്ക്കട്ടെ. ഈ ഓട്ടോ ബ്ലോക്കർ എന്ന് കണ്ടോ അത് എനേബിൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഓണാക്കി വെക്കാൻ മറക്കണ്ട. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറയാട്ടോ. എന്ന് വെച്ചാൽ ഈ ഓട്ടോ ബ്ലോക്കറിനെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ആക്ച്വലി ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ അപ്ഡേറ്റിൽ അത് മെയിനായിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്ന ഓട്ടോ ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക നമ്മളെ ത്രെട്ടെന്നും സസ്പീഷ്യസ് ആക്ടിവിറ്റീസും പ്രൈവസി റിസ്ക് എന്നൊക്കെ രക്ഷിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഹെൽപ്സ് ടു കീപ് യു സേഫ് ഫ്രം സെക്യൂരിറ്റി. അതായത് ഇത് ആക്ച്വലി നമുക്ക് അൺനോൺ സോഴ്സ് എന്ന് പറയുന്ന ആപ്പ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരില്ലേ, ഫ്രോഡ് മെസ്സേജുകളും സംഭവമൊക്കെ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആപ്പ് എന്താ പറയുക ഫ്രോഡ് ആപ്പുകൾ മാൾവെയർ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിനെയും ബ്ലോക്ക് ചെയ്യും സാധനം. അതുപോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് USB നമ്മുടെ ഈ എന്താ പറയുക പണ്ട് നിങ്ങൾ കേട്ടായിരിക്കും, പണ്ടല്ല ഇപ്പോഴും ഉണ്ടത്, നമ്മുടെ എയർപോർട്ടിലൊക്കെ പോയി കുത്തുമ്പോൾ മാൾവെയർ ആയിട്ടുള്ള USB കേബിൾസ് ഒക്കെ ഉണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ മെസ്സേജിങ്സിലെ ഇമേജസ്, അതായത് മാൾവെയർ ഇമേജസ് സംഭവമൊക്കെ ഉണ്ട് മെസ്സേജിങ് ആപ്പിൽ വരുന്നത്, അതിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ USB കേബിൾ ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ, അതായത് ഇവരുടെ ഒറിജിനൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ബ്രിക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ, ബ്രിക്കല്ല എന്താ പറയുക എനിക്ക് കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല, ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യും. അതൊക്കെ ഈ സമയം ബ്ലോക്ക് ചെയ്തിട്ടാ. പിന്നെ അതല്ലാണ്ട് തന്നെ അതിനുള്ളിൽ മാക്സിമം റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഉണ്ട്. അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഞാനതെല്ലാം ഓണാക്കിയിട്ടാണ് വെച്ചാൽ കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൊവൈഡ് എക്സ്ട്രാ സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഫോർ പീപ്പിൾ ഹൂ നീഡ് മോർ സെക്യൂരിറ്റി. സം ഓഫ് ദ ഫോൺ ഫീച്ചേഴ്സ് വിൽ ബി റെസ്ട്രിക്റ്റഡ്. അതായത് കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും, പക്ഷേ നമ്മുടെ ഫോണിനെ ഭയങ്കരമായിട്ട് സെക്യൂർ ആക്കുമ്പോൾ സാധനം നിങ്ങൾക്ക് അറിയും. ഇപ്പോഴത്തെ സൈബർ വേൾഡിൽ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഡാറ്റാസ് സേഫ് ആയിട്ട് വെക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഇതിന് ഈ മാക്സിമം റെസ്ട്രിക്ഷൻസ് ഓണാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും നോക്കി നോക്കാം. ടേൺസ് ഓൺ ആപ്പ് പ്രൊട്ടക്ഷൻ, ആപ്പിനെ സ്കാൻ ചെയ്യുന്ന സംഭവമൊക്കെ നടക്കും. ഇതിൽ ഇൻബിൽഡ് ആൻറ്റിവൈറസ് സംഭവമൊക്കെ ഉണ്ട് നമ്മുടെ സാംസങ്ങിൽ. അതുപോലെ തന്നെ ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ ആപ്പിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓട്ടോ ഡൗൺലോഡ് അറ്റാച്ച്മെന്റ്സിനെ ബ്ലോക്ക് ചെയ്യും സാംസങ് മെസ്സേജിൽ. പിന്നെ ഹൈപ്പർ ലിങ്ക്സും പ്രിവ്യൂസിനെയും ബ്ലോക്ക് ചെയ്യും. റിമൂവ് ലൊക്കേഷൻ ഡാറ്റ, പിക്ചർ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഗാലറി ആണെങ്കിൽ ബ്ലോക്സ് ഷെയർഡ് ആൽബം, അതിൽ ഷെയർ ചെയ്ത ആൽബത്തിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന പിക്ചേഴ്സിനെയും സംഭവത്തിൻ്റെ ഡാറ്റാസും ലൊക്കേഷനൊക്കെ അവർ ബ്ലോക്ക് ചെയ്യട്ടാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഈ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ One UI 7 ഇതല്ലാണ്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വരാൻ പോകുന്നത്. അതായത് നോക്സിൻ്റെ മാട്രിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സാംസങ് ഫോൺ വെച്ചിട്ട് മറ്റേ സാംസങ് ഡിവൈസുകളെ സ്കാൻ ചെയ്യാനും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ, സാംസങ് ക്ലൗഡ് എന്ന സംഭവമൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം സാംസങ്ങിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഒരു ഫോൺ സ്റ്റാർട്ടപ്പ് ചെയ്ത് തന്നെ അതിൽ ആദ്യം പറയാം സാംസങ് എന്താ പറയുക അവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ സാംസങ് ക്ലൗഡ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്കറിയാം ആമസോൺ അല്ല ആപ്പിൾ ക്ലൗഡൊക്കെ അറിയില്ല, iCloud. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതിനും ഭയങ്കര പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക സെക്യൂർ ഫോൺ ഇൻ ആൻഡ്രോയിഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് തന്നെ എടുത്ത് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ അവർ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സും പ്രൈവസി ഫീച്ചേഴ്സും. ഇപ്പോൾ എയിലും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഇനി One UI 7 ആകുമ്പോൾ വരും. അപ്പോൾ എന്തായാലും പിന്നെ അത് മാത്രമല്ല ഒരു കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും എല്ലാ മാസവും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പരിപാടി. അത് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അണ്ടർ വാറണ്ടി ഇല്ലാത്ത ഫോണുകളൊക്കെ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സാംസങ് മാത്രമല്ല എല്ലാ ഫോണുകളും അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇത്രയും കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്ന വേറെ ആൻഡ്രോയിഡ് ബ്രാൻഡിക്ക് ഇല്ല. ഗൂഗിൾ പിക്സൽ ഒഴിച്ച് ബാക്കിയൊന്നും ഇല്ലെന്ന് ഞാൻ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് Xiaomi 14, 15 ആ സീരീസൊക്കെ എല്ലാം Xiaomi 14 തന്നെ നമുക്ക് 2 മാസത്തിൽ ഒരിക്കലൊക്കെ അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് ഹൈ എൻഡ് ഫോണായിട്ട് പോലും. അപ്പോൾ പിക്സലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് എല്ലാ മാസവും അപ്ഡേറ്റ് കിട്ടുന്ന ഫോൺസ് അല്ലെങ്കിൽ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ് തന്നെ എടുത്ത് പറയേണ്ടി വരും. അതല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഒപ്പോ വിവോ ഒക്കെ എല്ലാ മന്തിലൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അവരുടെ ഹൈ എൻഡ് സീരീസിൽ പോലും വരുന്നില്ല. പിന്നെ മോട്ടോറോള പിന്നെ പറയണ്ട. പിന്നെ ഏതാ
OnePlus അത്യാവശ്യം വരുന്നുണ്ട്, കുറേ ഡിവൈസിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവർ ഇത് പഴകും തോറും അതിൻ്റെ റേറ്റ് പോയി. ഇപ്പം ഞാൻ OnePlus 11R വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസം വരുന്നില്ല, 2 മാസം ഇടവിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വരെ OnePlus ഓപ്പൺ ഫോൾഡ് ഫോണൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കറക്റ്റ് എല്ലാ മാസം അപ്ഡേറ്റ് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി OnePlus ഓപ്പൺ എടുത്താലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആമസോണിൽ അതിന് 1,00,000 രൂപ, അതായത് 99,999 പ്രൈസ് ആയിട്ട് വെക്കുന്നത്. ഞാൻ ഐഫോൺ ഫുൾ ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുക. ഞാൻ വെച്ചാൽ എൻ്റെ ഞാനിപ്പോൾ റീസെൻ്റ്ലി Ultra 2 എടുത്തിട്ടാണ്, ആപ്പിൾ വാച്ച് Ultra 2. അത് സാധനം നല്ലതാണ്, പക്ഷേ അവരുടെ ഫോണൊക്കെ എനിക്ക് മതിയായി സത്യം പറഞ്ഞു. ഞാനിപ്പോൾ ഇത് കൊടുത്താലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുക. പറയുമ്പോൾ 6 മാസം ആയിട്ടുള്ളൂ 15 സീരീസ്, അത് 3 മാസം ആയിട്ടുള്ളൂ Ultra Watch 2. പക്ഷെ നമ്മുടെ വീഡിയോ എടുക്കാൻ ഒരു ഐഫോൺ കയ്യിൽ വേണം, അതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംശയമായിട്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി വിചാരിച്ചു ആദ്യം OnePlus ഓപ്പൺ ഇത് എക്സ്ചേഞ്ച് എടുത്താലോ, ഇതിന് നമുക്ക് 10,000-40,000 എക്സ്ചേഞ്ച് വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ എടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ഫോണിന് പക്ഷേ 1,00,000 കൊടുത്തു എടുക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വൺ ഓഫ് ദി വേസ്റ്റ്, എന്താ പറയുക, ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും കേട്ടോ. പക്ഷെ നമുക്ക് ഇത് വേറെ രക്ഷയില്ല, നമുക്ക് വീഡിയോ പർപ്പസിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിത് ബ്ലണ്ടറാണ് 1,00,000 രൂപയ്ക്കൊക്കെ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞത്. ഐഫോൺ ശരിക്കും 20,000 രൂപയ്ക്ക് എടുക്കുന്നത് തന്നെ ബ്ലണ്ടറാന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള സാധനം ഇല്ല ഇത്. അപ്പോൾ അത്രയ്ക്ക് ലാഭം അവർക്ക് കിട്ടുന്നത്. അവർക്കൊരു ഫോൺ മാനുഫാക്ചർ ചെയ്യാൻ മാക്സിമം ഇന്ത്യയിൽ അവർക്ക് പ്രൈസ് വരുന്നത് 25,000 രൂപ 30,000 രൂപയ്ക്കാണ് ഇന്ത്യയിൽ. നമുക്ക് സെല് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഫോണിനുള്ള പ്രൈസ് വരുന്നത്, അവർ വിൽക്കുന്നത് 75,000 രൂപയ്ക്ക് 70,000 രൂപയ്ക്കാണ്. അപ്പോൾ അവരുടെ ലാഭം ഒരു ഫോൺ ഡിവൈസ് ആലോചിച്ച് നോക്കുക. അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് കാണാതെ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും ഉപയോഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാതെ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പേജ് കൂടെ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം. ബൈ.